ഹലോ എവ്രിവൺ. നിങ്ങളൊരു നെറ്റ്വർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ബിഗിനർ ലെവൽ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്കിത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലൊക്കെ പോകാം. ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നോക്കാം. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ എന്നോടൊക്കെ ബേസിക് ലെവലിൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇവിടെ ഡെഫിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് എ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ക്യാൻ ഷെയർ റിസോഴ്സസ് ലൈക്ക് ഫയൽസ്, ഇൻ്റർനെറ്റ്, പ്രിൻറ്റേഴ്സ് ആൻഡ് മോർ. നെറ്റ്വർക്കിംഗ് അലൗസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. എന്താണത്? രണ്ടോ അതിൽ കൂടുതലോ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈസുകളുടെ ഗ്രൂപ്പിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഈ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ OSI മോഡൽ? നെയിം ഇറ്റ്സ് ലെയേഴ്സ്. ഓക്കെ, OSI മോഡൽ എന്ന് വെച്ചാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ് ഹൗ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് കമ്മ്യൂണിക്കേറ്റ് ഓവർ എ നെറ്റ്വർക്ക്. അതിൽ 7 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്കറിയാം, രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, അതെന്താ വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെയേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് OSI മോഡൽ എന്ന് പറയുന്നത്. ഏതൊക്കെ ലെയേഴ്സ്? 7 ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെക്ഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, പണ്ടൊക്കെ ഞാൻ എക്സാമിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ലെയേഴ്സിൻ്റെ പേരൊന്നും ഓർഡറായിട്ട് കിട്ടില്ല. ആ സമയത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ PDNTSPA എന്ന ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് വരുന്നത് മാത്രം ഓർത്ത് വെക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ലെയേഴ്സിൻ്റെ പേരറിയാം, പക്ഷെ അത് ഓർഡറിൽ അറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. സോ നമുക്ക് അങ്ങനെ ആലോചിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക, OSI മോഡൽ എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് എൻ IP അഡ്രസ്സ്? അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, an IP address, Internet Protocol address, is a unique number assigned to each device on a network. It allows devices to find and communicate with each other. അതായത് നെറ്റ്വർക്കിങ്ങിൽ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏതൊരു ഡിവൈസിനെ തിരിച്ചറിയാൻ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു IP അഡ്രസ് വേണം. ഓക്കെ, ഇതൊരു 32 ബിറ്റ് ലോജിക് അഡ്രസ്സിങ് സിസ്റ്റമാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കാണാം, ഓരോ ഡിവൈസസിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു IP അഡ്രസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ സബ്നെറ്റിംഗ്? എന്താണ് സബ്നെറ്റിംഗ്? സബ്നെറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് എ ലാർജ് നെറ്റ്വർക്ക് ഇൻടു സ്മോളർ, more manageable subnetworks or subnets. It helps improve network performance and security by reducing traffic and making it easier to manage IP addresses. അതായത് ഒരു വലിയ നെറ്റ്വർക്കിനെ ലോജിക്കലി ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനെയാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ പെർഫോമൻസിനും സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ നല്ലതാണ് സബ്നെറ്റിംഗ്, ഈ നെറ്റ്വർക്ക്സിനെ ഡിവൈഡായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു നെറ്റ്വർക്കിന് ഇങ്ങനെ സബ്നെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ OSI ഒക്കെ ചോദിക്കുന്ന സമയത്താണ് മെയിനായിട്ട് ഇത് ചോദിക്കാറ്. TCP UDP തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, TCP നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം പറയുന്നത് എന്താണ്? രണ്ടും കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. അതുപോലെ TCPൻ്റെത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് UDP എന്ന് പറയുന്നത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഒന്ന് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ഒന്ന് കണക്ഷൻ ലെസ് ആണ്. ഓക്കെ, വേറെ എന്താ പറയുക, അപ്പം TCP എന്ന് പറയുന്നത് റിലയബിൾ പ്രോട്ടോക്കോളാണ്. അതായത് എന്തുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരു ഡാറ്റ പാക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നു, അപ്പോൾ അതിനുള്ള അക്നോളജ്മെൻറ്റ് തിരിച്ച് വന്നാൽ മാത്രമേ നമ്മൾ അടുത്ത പാക്കറ്റ് സെൻഡ് ചെയ്യൂ. അതായത് നമ്മൾ ആ ഡാറ്റ അവിടെ റിസീവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് തിരിച്ച് വന്നാലേ നമ്മൾ അടുത്ത ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യും. നേരെ മറിച്ച് UDP എന്ന് പറയുന്നത് അൺറിലയബിൾ ആണ്. അതായത് അത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ പാക്കറ്റ് അയച്ചിട്ട് ആ പാക്കറ്റ് റിസീവ് ആയില്ലെങ്കിലും എന്താ പറയുക, അടുത്ത പാക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് അത് അൺറിലയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ TCP UDP ആണോ നല്ലത്? ഏതാണ് നല്ലത്? അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു ഉത്തരം എന്ന് വെച്ചാൽ അത് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ ആണ്. ഇപ്പം നമ്മൾക്ക് ഇൻഫർമേഷൻസ് ഒന്നും ലോസ് ആകരുതെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് TCP ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക.
അതായത് എല്ലാ ഡാറ്റയും ഷെയർ ചെയ്തു എന്നില്ല ഇത് വരുത്താൻ മാത്രം. ഇപ്പം നേരെ മറിച്ച് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ UDP ആയിരിക്കും യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ അപ്പം തന്നെ മനസ്സിലാക്കുക, TCP എന്ന് പറയുന്നത് സ്ലോ ആണ്, UDP എന്ന് പറയുന്നത് ഫാസ്റ്റുമാണ്. ഓക്കെ, കുറച്ച് ഡിഫറൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക എന്തായാലും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LAN, WAN, MAN. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നമ്മൾ നെറ്റ്വർക്കിംഗ് നോക്കുന്ന സമയത്ത് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, LAN എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതൊരു ചെറിയ ഏരിയയിലുള്ള നെറ്റ്വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് ഇപ്പോൾ ഒരു സ്കൂളാവാം, കോളേജ് ആവാം, ബിൽഡിംഗ് ആവാം. ഓക്കെ, ഒരു 10 to 1000 മീറ്റർ വരെ ആയിരിക്കും അതിൻ്റെ റേഡിയസ് വരുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട്ടിലെ വൈഫൈ, അത് ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ നമുക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് MAN ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതെന്ന് പറയുന്നത് വെച്ചാൽ ഒരു സിറ്റിക്കകത്തുള്ള നെറ്റ്വർക്കിനെ മാത്രമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനി, അതിൻ്റെ പല പല ബ്രാഞ്ചസ് ഒരു സിറ്റിക്കകത്ത് തന്നെ ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MAN യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ കേബിൾ TV, അതിനൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഒരു 5 kilometer to 50 kilometer വരെയൊക്കെയാണ് അതിൻ്റെ റേഡിയസ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സിറ്റി അല്ലെങ്കിൽ കൺട്രീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് WAN എന്ന് പറയുന്നത്. ഒരു 10 lakhs kilometer ഒക്കെ അത് വരും. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൗട്ടേഴ്സ്, സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് ചോദിക്കുന്നത് ഏതൊക്കെയാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അപ്പോൾ ആണ് നമ്മൾ പറയുക റൗട്ടർ, സ്വിച്ച്, ഹബ് എന്നൊക്കെ. ഓക്കെ, സ്വിച്ച് എന്ന് പറയുന്നത് എന്താ, ഒരു നെറ്റ്വർക്കിലുള്ള പല പല ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് സ്വിച്ച് യൂസ് ചെയ്യുന്നത്. റൗട്ടേഴ്സ് എന്തിനാ, രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ നോക്കുക. സ്വിച്ച് കണക്ട്സ് ഡിവൈസസ് വിത്തിൻ എ LAN ആൻഡ് യൂസസ് MAC അഡ്രസ്. റൗട്ടേഴ്സ് എന്ന് പറയുന്നത് കണക്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ആൻഡ് യൂസസ് IP അഡ്രസ്സസ്. ഓക്കെ, ഡെഫിനേഷൻസ് പഠിച്ചു വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയർവാൾ ആണ്. ഫയർവാൾ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട്, അതൊരു വോളായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പബ്ലിക് ഇൻ്റർനെറ്റിൽ നിന്നും നമ്മുടെ ഹോം നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോൾ യൂസ് ചെയ്യുന്നത്. എന്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഹാക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്ക്സ് കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോളായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒരു ഫയർവാളിന് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ പല പല ഐറ്റംസ് ഉണ്ടാവും, ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെ പാക്കറ്റ്സ് നെറ്റ്വർക്കിലേക്ക് വരണ്ട എന്നുള്ളതും, പിന്നെ അതുപോലെ IP അഡ്രസ്സിന് പെർമിഷൻ കൊടുക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പോർട്സ് ഒക്കെ ഉണ്ടാവും, ഏതൊക്കെ പോർട്സിൽ നിന്ന് വരുന്നത് കടത്തി വിടണ്ട എന്നൊക്കെ നമുക്ക് മാനുവലി അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഡെഫിനേഷനിൽ പറയുകയാണെങ്കിൽ എ ഫയർവാൾ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് based on predefined rules and it helps protect against unauthorized access. Okay. Next question എന്ന് പറയുന്നത് what is a MAC address. MAC address എന്ന് പറയുന്നത് medium access control. അതിലെ definition is a unique identifier for network interfaces assigned by the hardware manufacturer. It's used within a local network. അതായത് ഒരു നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഓരോ ഡിവൈസിനും യുണീക്കായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ MAC അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു 6 byte ഉള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഉള്ള ഫസ്റ്റ് 3 numbers ഇത് പറയുന്നത് വെച്ചാൽ മാനുഫാക്ചേഴ്സിനെയാണത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് 3 numbers എന്ന് പറയുന്നത് ഏതാണ് ഡിവൈസ് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ യൂസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വരുന്നത് എന്താണ് അപ്പോൾ IP അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോ ഡിവൈസിനെയും വ്യത്യസ്തം തന്നെയാണ്, ഡിവൈസസിനെയും വ്യത്യസ്തമായിട്ട് യൂണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാലും അതൊരു നിശ്ചിത അളവിൽ മാറിക്കൊണ്ടേയിരിക്കും. ഈ MAC അഡ്രസ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, അതാണ് IP അഡ്രസ്സിൻ്റെ വ്യത്യാസം. ഓക്കെ, പക്ഷേ IP അഡ്രസ്സ് പറയുന്നത് വെച്ചാൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, നമ്മൾ അയക്കേണ്ട ലൊക്കേഷനാണ് അത് കാണിക്കുന്നത്. നേരെ മറിച്ച് MAC അഡ്രസ്സോ ആ ലൊക്കേഷനിൽ ഏത് ഡിവൈസിനാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് അതാണ് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വീടുണ്ട്, ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വീടുണ്ട്, ആ വീട്ടിലുള്ള ഒരാൾക്ക് നമുക്ക് ലെറ്റർ അയക്കണം. അപ്പം നമ്മളെന്താ ആ ഒരു വീട് അതാണ് IP അഡ്രസ്സ്, അതിലുള്ള ഒരാൾക്കാണ് നമുക്ക് ലെറ്റർ പോകേണ്ടത്, അതാണ്
മാക് അഡ്രസ്സ്. മനസ്സിലായല്ലോ? ഒരു വീട്, അതിലുള്ള ഒരാൾക്ക് ലെറ്റർ അയക്കണം. ആ ലെറ്റർ കിട്ടുന്ന ആളാണ് മാക് അഡ്രസ്സ്. ഓക്കെ, ഏതിലേക്കാണോ ആ ഡിവൈസിനെ കാണിക്കാനാണ് മാക് അഡ്രസ്സ്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് DNS? DNS എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം. Okay, translate domain names into IP addresses so browsers can load websites. അതായത് IP അഡ്രസ്സിനെ ഡൊമൈൻ നെയിമുമായിട്ട് മാപ്പ് ചെയ്യാനാണ് DNS യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആമസോൺ തന്നെ എടുത്താൽ amazon.com എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ DNS എന്ന് വിളിക്കുക. ആ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ IP അഡ്രസ്സിൽ ഇൻഫർമേഷൻസ് നമുക്ക് കാണിച്ചു തരും. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ IP അഡ്രസ്സ് ഒരു ഇപ്പോൾ amazon.comൻ്റെ സെർവറിലെ IP അഡ്രസ്സും പോർട്ട് നമ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈറ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് പോസിബിൾ അല്ല. ഇപ്പോൾ google.com, amazon.com അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ IP അഡ്രസ്സ്, പോർട്ട് നമ്പറൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. പോസിബിൾ അല്ല. ഇപ്പം പറഞ്ഞാൽ DNS നെയിമിനോട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ, മീൻസ് ആക്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ DNS എന്നാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, then OSI model, name its layers, then IP address, subnetting, TCP UDP, LAN, WAN, MAN, then difference between switch, router, then firewall, MAC address, DNS. ഓക്കെ, ഇതിലിപ്പോൾ OSIൻ്റെ ലെയേഴ്സിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം, കാരണം അത് കുറച്ച് ലെങ്തി ആയിരിക്കും, കുറച്ച് കണ്ടൻസ് കൂടുതൽ പറയാനുണ്ടാവും. സോ ഈ 10 ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.